കരാർ തൊഴിലാളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് KSRTC കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ KSCB കാസർഗോഡ് സർക്കിൾ ഓഫീസ് ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒട്ടനവധി ഇടപെടലുകൾ യൂണിയൻ നേതൃത്വം നടത്തുകയുണ്ടായി. അതിലൊരു പരിധിവരെ ഫലം കണ്ടു. കരാർ തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കാൻ ആദ്യം തയ്യാറാക്കണം. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ താൻ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇന്ന ഓഫീസിൽ നിന്ന് ഇന്ന തൊഴിലാളി ഇന്ന സ്ഥലത്തേക്ക് ജോലി ചെയ്യുന്നതിന് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവുണ്ടാകണം. ആ തെളിവുണ്ടാകണമെങ്കിൽ രജിസ്റ്ററിൽ അയാളുടെ പേരെഴുതണം. ഇതൊക്കെ വളരെ മുമ്പ് മുതൽ തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. എന്നാൽ ഇത് പല ഓഫീസുകളിലും പല തലങ്ങളിലും ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ഇന്നും തയ്യാറായിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റുമായും വൈദ്യുതി ബോർഡുമായും എല്ലാം തന്നെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ ഇത് അംഗീകരിക്കാനും കരാർ തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് രജിസ്റ്റർ തയ്യാറാക്കി ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി പണിയെടുക്കുന്നവരാണെന്ന അവർക്ക് അംഗീകാരം നൽകാനുമുള്ള ഒരു സന്മനസ്സിലേക്കും സന്നദ്ധതയിലേക്കും അധികാരികൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ പലപ്പോഴും കരാർ തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് അവൻ്റെ ജീവന് വലിയ വില കൽപ്പിക്കാൻ തയ്യാറില്ല, അല്ലെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യം നൽകാൻ തയ്യാറില്ല. ഈ സ്ഥിതി മാറണം. കരാർ തൊഴിലാളിക്ക് ഷോക്കടിക്കുമ്പോൾ പവർ കുറയുന്നില്ലല്ലോ. ഏത് തൊഴിലാളി പണിയെടുക്കുന്നുണ്ടെങ്കിലും കരാർ തൊഴിലാളി പോസ്റ്റുമേ കയറി പണിയെടുക്കുമ്പോൾ മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് കരാർ തൊഴിലാളി ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേക കൺസെഷൻ ഉണ്ടോ? ഇല്ല. C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV രതീഷ്, KT അശോകൻ, ഗണേഷ്, പവിത്രൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി.